പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. 2021 ജനുവരി 2-ാം തീയതിയിലെ ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് നമ്മൾ എന്നും അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. നമ്മൾ ഓരോ പ്രാവശ്യം കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും വരുന്ന എക്സാമുകളിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ നമുക്ക് സാധിക്കും. ഈ വീഡിയോ ഓരോ ദിവസവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് നൽകിക്കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഹു ഹാസ് ബീൻ സെലക്റ്റഡ് ഫോർ ദി മലയാളം മിഷൻസ് മലയാള ഭാഷ പ്രതിഭ പുരസ്കാരം? മലയാള മിഷൻ്റെ മലയാള ഭാഷ പ്രതിഭ പുരസ്കാരത്തിലേക്ക് ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? അശോക് ഡിക്രൂസ്. തുഞ്ചത്തൻ എഴുത്തച്ഛൻ മലയാള യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടുള്ള അശോക് ഡിക്രൂസാണ് മലയാള മിഷൻ്റെ മലയാള ഭാഷ പ്രതിഭ പുരസ്കാരത്തിന് അർഹനായത്. ഫെബ്രുവരി 21 ഇൻ്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേയുടെ അന്ന് ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ അദ്ദേഹത്തിന് ഈ പുരസ്കാരം കൈമാറും. വിച്ച് സ്റ്റേറ്റ് ടാബ്ലോ ഹാസ് ബീൻ ചോസൺ ഫോർ ദി റിപ്പബ്ലിക് ഡേ പരേഡ് 2021 ഫോർ ദി സെക്കൻഡ് ടൈം? റിപ്പബ്ലിക് ഡേ പരേഡിനായി 2021 ഏത് സംസ്ഥാനത്തിൻ്റെ ടാബ്ലോയാണ് രണ്ടാം തവണ തിരഞ്ഞെടുത്തത്? ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, തെലങ്കാന, രാജസ്ഥാൻ, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ച ടാബ്ലോ ഡിഫൻസ് മിനിസ്ട്രിയുടെ സ്പെഷ്യൽ കമ്മിറ്റി ഛത്തീസ്ഗഡിൻ്റെ ടാബ്ലോ തിരഞ്ഞെടുത്തു. ഇത് പ്രകാരം വരുന്ന റിപ്പബ്ലിക് ഡേയുടെ അന്ന് ഛത്തീസ്ഗഡിൻ്റെ ടാബ്ലോ രണ്ടാം തവണ ഉണ്ടായിരിക്കുന്നതാണ്. ഫോർ ദ ടേം ഓഫ് ഹൗ മെനി ഇയേഴ്സ് ഡിഡ് ഇന്ത്യ ബിക്കം എ നോൺ പെർമനന്റ് മെമ്പർ ഓഫ് ദി UNSC ഫോർ ദി 8th ടൈം? 8ാം തവണ ഇന്ത്യ UNSCയിൽ സ്ഥിരമില്ലാത്ത അംഗമായി തീർന്നത് എത്ര വർഷത്തേക്കാണ്? 2 years. 2021 ജനുവരി 1 മുതൽ 2022 ഡിസംബർ 31 വരെ 2 വർഷത്തേക്ക് ഇന്ത്യ 8ാം തവണ നോൺ പെർമനന്റ് മെമ്പർ ആയിട്ട് UNSCയിൽ ഉണ്ടാകും. യുണൈറ്റഡ് നേഷൻ പെർമനന്റ് കൗൺസിൽ മെമ്പേഴ്സ് റഷ്യ, ഫ്രാൻസ്, ചൈന, US, UK. ഹു ഈസ് ടേക്കിംഗ് ഓവർ ആസ് ഇന്ത്യാസ് ടോപ്പ് മിലിറ്ററി ഡോക്ടർ, ഡയറക്ടർ ജനറൽ ഓഫ് ദി ആംഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസസ്? ഇന്ത്യയിലെ മികച്ച സൈനിക ഡോക്ടർ, സായുധ സേന മെഡിക്കൽ സേവനങ്ങളുടെ ഡയറക്ടർ ജനറൽ എന്നീ നിലകളിൽ ആരാണ് ചുമതലയേൽക്കുന്നത്? സർജൻ വൈസ് അഡ്മിറൽ രജത് ദത്ത. ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് പൂനെയിൽ നിന്ന് 1982 ആർമി മെഡിക്കൽ കോർപ്സിലേക്ക് കമ്മീഷൻ ഓഫീസർ ആയിട്ട് ജോയിൻ ചെയ്ത സർജൻ വൈസ് അഡ്മിറൽ രജത് ദത്തയായിരിക്കും ഇന്ത്യൻ ആംഡ് ഫോഴ്സസിൻ്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് ടേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത്. ഇദ്ദേഹം കഴിഞ്ഞ വർഷം പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ഹോണററി സർജൻ ആയിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഹു ഹാസ് ഓവർടേക്കൺ മുകേഷ് അംബാനി ടു ബിക്കം ഏഷ്യാസ് റിച്ചസ്റ്റ് പേഴ്സൺ? മുകേഷ് അംബാനിയെ മറികടന്ന് ഏഷ്യയിലെ ഏറ്റവും ധനികനായ വ്യക്തി ആരാണ്? ഷോങ് സാൻഷൻ. ചൈനീസ് ടൈക്കൂൺ ആയിട്ടുള്ള ഷോൺ സാൻഷൻ ആണ് മുകേഷ് അംബാനിയെ മറികടന്നുകൊണ്ട് ഏഷ്യയിലെ റിച്ചസ്റ്റ് പേഴ്സൺ ആയി മാറിയത്. ഇദ്ദേഹം ലോകത്തിലെ 11th റിച്ചസ്റ്റ് പേഴ്സൺ ആണിപ്പോൾ. വിച്ച് കൺട്രി ഹാസ് ബാൻഡ് ടേക്കിംഗ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് ഓൺ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് ടു പ്രിവെൻറ്റ് ദി സ്പ്രെഡ് ഓഫ് COVID-19? COVID-19 പടരാതിരിക്കാൻ ആഭ്യന്തര വിമാനങ്ങളിൽ ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്നത് നിരോധിച്ച രാജ്യം? തായ്ലൻഡ്. ഹു ഹാസ് ബീൻ അവാർഡഡ് ദി മോസ്റ്റ് വാല്യുബിൾ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ഇൻ ദി PCB അവാർഡ്സ് ഓൺ 1st ജനുവരി 2021? 2021 ജനുവരി 1 PCB അവാർഡുകളിൽ ഈ വർഷത്തെ ഏറ്റവും വിലയേറിയ ക്രിക്കറ്റർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ബാബർ അസം. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അവാർഡ് 2021 ജനുവരി 1 പ്രഖ്യാപിച്ചു. ഇത് പ്രകാരം ബാബർ അസം
മോസ്റ്റ് വാല്യബിൾ ക്രിക്കറ്ററും വൈറ്റ് ബോൾ ക്രിക്കറ്റർ ഓഫ് ദി ഇയറും അവാർഡിന് അർഹനായി. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് അപ്ഡേറ്റ് ചെയ്തത്. നമ്മൾ ഓരോ പ്രാവശ്യം ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളിൽ നല്ല മാറ്റം വരും. നമുക്ക് ഏതൊരു എക്സാമും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.